ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ പുളിയും മുളകും കൊണ്ടുള്ളൊരു മീൻ കറി വറ്റിച്ചതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, പുളിയും മുളകും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പുളിയും മുളകും വറ്റിച്ചതാണ്. മീൻ പുളിയും മുളകും വെക്കാനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 6-7 ചെറിയ ഉള്ളി ചതച്ചതാണിത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറിയ ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പുളിയും മുളകും ആയതുകൊണ്ടാണ് ഉള്ളി കൂടുതൽ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ടു വന്നു. ഇതിലേക്ക് ഇനി ഒരു ടൊമാറ്റോ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാൻ ഞാൻ ഒരു 1/4 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ച മണമൊക്കെ മാറി കളറൊക്കെ മാറി വന്നു. ഇതിലേക്ക് നമുക്കിനി വാളൻ പുളി പുഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പുളി ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കറിയൊക്കെ തിളച്ച് വന്നു. അതിലേക്ക് നമുക്ക് മീൻ എടുത്ത് ഇട്ട് കൊടുക്കാം. 3 മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 3 മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. മീൻ തിളച്ച് വരുന്നുണ്ട്. കുറേ സമയം വരെ വേവിക്കാം. വെന്ത് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി വറ്റിച്ചെടുക്കാം. മീൻ ചാറൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത് പുളിയും മുളകും വറ്റിച്ച മീൻ കറിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.